അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരിശുദ്ധമായ ഖുർആനിലെ 55-ാമത്തെ അധ്യായമായ സൂറത്തുർ റഹ്മാൻ, അതിലെ സൂക്തങ്ങളെക്കുറിച്ചാണ് നാം എളിയ വിവരണങ്ങൾ നൽകി വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ, സംസാരത്തിൽ നമ്മൾ അതിൻ്റെ ആമുഖമായി മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഈ പഠനം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് പ്രചോദനമേകുന്ന ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി, പറയുകയുണ്ടായി. ഇന്ന് മുതൽ നമ്മൾ സൂക്തങ്ങളിലേക്ക്, ആയത്തുകളിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്നാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അർ റഹ്മാൻ, അർ റഹ്മാൻ എന്നാണ്. അർ റഹ്മാൻ എന്ന അള്ളാഹുവിൻ്റെ ഇസ്മ, അള്ളാഹുവിൻ്റെ നാമം, അത് ആദ്യമായി പറയിക്കുകയാണ്. കഴിഞ്ഞ സൂറത്ത് അവസാനിക്കുന്നത് ഇൻദ മലീക്കിൻ മുഖ്തദിർ എന്നാണ്. സർവശക്തനായ രാജാവിൻ്റെ അടുക്കൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ സൂറത്ത് അവസാനിക്കുന്നത്. ആ രാജാവ് ആരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് ആരംഭിക്കുന്നത്. ആ രാജാവ് മറ്റാരുമല്ല, അർ റഹ്മാൻ, റഹ്മാൻ എന്നതാണ്. അള്ളാഹുവിന് വിശേഷണ നാമങ്ങൾ 99 എന്നെല്ലാവർക്കും അറിയാം. അതിൽ ഏറ്റവും ആദ്യത്തേത് ഏതാണ്? ഏറ്റവും അർത്ഥഗർഭമായത് ഏതാണ്? ഇത് സ്വാഭാവികമായും പ്രതിഫലം ആഗ്രഹിക്കുന്ന ആൾക്കാർ ആലോചിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ അള്ളാഹുവിൻ്റെ അള്ളാഹു എന്ന നാമം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മഹത്തായ, ഏറ്റവും വലിയ അർത്ഥം ചുമക്കുന്ന നാമം അർ റഹ്മാൻ എന്നാണ്. കാരണം റഹ്മാൻ എന്ന് പറഞ്ഞാൽ കാരുണ്യമുള്ളവൻ എന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം, മറിച്ച് പരമമായ കാരുണ്യം. ഏതെങ്കിലും ഒരു മേഖലയിലോ ഏതെങ്കിലും ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തോടോ മാത്രം പ്രകടിപ്പിക്കുന്ന കാരുണ്യമല്ല, മറിച്ച് അറ്റമില്ലാത്ത അൺകണ്ടീഷണലായ കാരുണ്യം. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന് റഹ്മാൻ എന്നും റഹീം എന്നും പേരുണ്ട്. ബിസ്മി ചൊല്ലുമ്പോഴെല്ലാം കാരുണ്യത്തിൻ്റെ ഈ 2 വിശേഷണങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അവിടെ റഹീമിനേക്കാൾ വലിയ അർത്ഥമുള്ളത് റഹ്മാനിനാണ് എന്ന് മഹാന്മാരായ ആൾക്കാർ പറയും. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, റഹീം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് അള്ളാഹുവിന് വിധേയമായി ജീവിച്ചവർക്ക് പ്രത്യേകമായ സവിശേഷമായ പ്രതിഫലങ്ങൾ പാരത്രിക ജീവിതത്തിൽ നൽകുന്നവൻ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഏതാണ്ട് ഉറപ്പുള്ള കാര്യമാണ്. അമൽ ചെയ്യുന്നു, ത്വാഅത്തുകൾ ചെയ്യുന്നു, അള്ളാഹുവിന് വിധേയമായി ജീവിക്കുന്നു, അങ്ങനത്തെ ആൾക്കാർക്ക് അവൻ വാഗ്ദത്തം നൽകുന്ന പ്രതിഫലം അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. എന്നാൽ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിശ്ചിതമായ ഒരർത്ഥത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. റഹീം എന്നത് നിശ്ചിതമായ ഒരർത്ഥത്തിൽ ഒതുങ്ങി നിൽക്കുകയാണ്. ഇബാദത്ത് ചെയ്തവൻ അവന് ഇബാദത്തിന് വേണ്ടി വാഗ്ദാനം ചെയ്യപ്പെട്ട പ്രതിഫലം നൽകുന്നു. ചെയ്യുന്നതും കിട്ടുന്നതുമെല്ലാം നിശ്ചിതമാണ്. അത് വലുത് തന്നെയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സൗഭാഗ്യം തന്നെയാണത്. പക്ഷെ അത് നിശ്ചിതമാണ്. എന്നാൽ അനിശ്ചിതമായി അതിരുകളില്ലാത്ത ഒന്നായി അള്ളാഹുവിൻ്റെ ഈ കാരുണ്യം മാറുന്നത് റഹ്മാൻ എന്ന കാരുണ്യത്തിലെത്തുമ്പോഴാണ്. കാരണം റഹ്മാൻ എന്ന് പറഞ്ഞാൽ അതും അള്ളാഹുവിൻ്റെ റഹ്മത്ത് തന്നെയാണ്. പക്ഷേ തസിലു ഇലാ ബിർരിഹിം വഫാജിരിഹിം, അവരിലെ നല്ല ആൾക്കാരിലേക്കും
നല്ലവരല്ലാത്ത ആൾക്കാരിലേക്കും എല്ലാവരിലേക്കും എത്തുന്ന അള്ളാഹുവിൻ്റെ വലിയ കാരുണ്യമാണ്. മാത്രമല്ല, റഹ്മാനിയത്ത് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ ഒന്ന് ദുനിയാവിൽ തന്നെയാണ്. ദുനിയാവിൽ അള്ളാഹു അവൻ്റെ കാരുണ്യം കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യന് ചെയ്തു കൊടുക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റേതാണ് ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു കിടക്കുന്ന ഓക്സിജൻ. എല്ലാവർക്കും അറിയാം, ഇത് ഏതെങ്കിലും ഒരു കമ്പനി ഉണ്ടാക്കുന്നതല്ല, ഏതെങ്കിലും ഒരു ഫാക്ടറി പുറത്തേക്ക് വിടുന്നതല്ല. മറിച്ച് ശാസ്ത്രം പറയുന്നത് പോലെ പ്രകൃതിയാ ഈ ഭൂമിയിൽ നിറഞ്ഞു കിടക്കുന്നതാണ്. ഈ വാതകമില്ലെങ്കിൽ ഒരു മനുഷ്യനും ജീവിക്കാൻ കഴിയില്ല. പക്ഷേ അള്ളാഹു അവനെ അംഗീകരിക്കുകയും അനുസരിക്കുകയും അവൻ അടിമവേല ചെയ്യുകയും ചെയ്തവർക്ക് മാത്രമല്ല അവൻ നൽകുന്ന ഈ വായു നൽകുന്നത്. വെള്ളവും അന്നവും മറ്റു ജീവിതോപാധികളും എല്ലാം അങ്ങനെ തന്നെയാണ്. ഇവിടെ വിശ്വാസിക്കും വിശ്വാസിയല്ലാത്തവർക്കും അന്നം കിട്ടുന്നുണ്ട്. നിശ്ചിതമായ കാലഘട്ടത്തിൽ നിശ്ചിതമായ രൂപത്തിൽ ജീവിക്കാനുള്ള പാഥേയം അള്ളാഹു നൽകുന്നുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ്? അള്ളാഹു റഹ്മാനായതുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ റഹ്മാനിയത്ത് എന്ന് പറയുന്നത് എല്ലാ സൃഷ്ടികളുടെയും എല്ലാ ജീവിത കണങ്ങളിലേക്കും എത്തിച്ചേരുന്നതാണ് എന്ന് മഹാന്മാർ പറയുന്നു. അക്കൂട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട്. അള്ളാഹുവിൻ്റെ റഹ്മാനിയത്താണ് അവൻ നമ്മോട് പൊറുക്കാൻ തയ്യാറാണ് എന്നത്. നോക്കൂ, ഈ ലോകത്ത് നാം പാപം ചെയ്യുന്നത് അറിയാതെ ചെയ്യുന്നതല്ല. അറിയാതെ ചെയ്യുന്നതിനെ ആ അർത്ഥത്തിൽ പാപം എന്ന് വിളിക്കുന്നില്ല. നമ്മൾ പിഴച്ചു ചെയ്യുന്നതുമല്ല. പിഴച്ചു ചെയ്യുന്നതിനെയും വിചാരണയിൽ പാപമായി പരിഗണിക്കുന്നില്ല. പാപമായി പരിഗണിക്കുന്നത് എന്തിനെയാണ്? അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് അള്ളാഹു പറഞ്ഞത് കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത ആൾക്കാർ എന്നിട്ടും അത് ലംഘിക്കുന്നു. അള്ളാഹു 5 നേരം നിസ്കരിക്കാൻ പറഞ്ഞു, പ്രവാചകൻ അത് കാണിച്ചു തന്നു, അതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി. എന്നതെല്ലാം അറിയുന്ന ഒരാൾ നിസ്കരിക്കാതെ ജീവിക്കുന്നു. അത് പാപമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, പാപങ്ങൾ എന്ന് പറയുന്നത് ബോധപൂർവം ചെയ്യുന്നതാണ്. ബോധമില്ലാതെ ചെയ്യുന്നതോ അശ്രദ്ധയിൽ ചെയ്യുന്നതോ അതൊന്നും പാപമല്ല. ബോധപൂർവം പാപം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരർത്ഥം, മറ്റൊരാശയം അള്ളാഹുവിനെ പരസ്യമായി ധിക്കരിക്കുകയും അള്ളാഹുവിനെ വെല്ലുവിളിക്കുകയും ചെയ്യുക എന്നതാണ്. പക്ഷേ അത്രമാത്രം ഗുരുതരമാണ് പാപം എന്നതിൻ്റെ അർത്ഥമെങ്കിലും അള്ളാഹു അത് പൊറുക്കാൻ തയ്യാറാകുന്നു. ആത്മാർത്ഥതയോടുകൂടെ അതിൻ്റെ ഉപാധികൾക്ക് വിധേയമായി ഒരാൾ തൗബ ചെയ്യുവാനും പശ്ചാത്തപിക്കുവാനും തയ്യാറാണ് എങ്കിൽ അള്ളാഹു അത് സ്വീകരിക്കാൻ തയ്യാറാണ്. ലൗ ബലഗത് ദുനൂബുക, ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു പറയുകയാണ്, നിന്റെ പാപങ്ങൾ എത്തിയാൽ അനാനസ്സമാ, ആകാശത്തോളം, സുമ്മസ്തഗ്ഫർതനി, എന്നിട്ട് നീ എന്നോട് പൊറുക്കലിനെ തേടി, ഗഫർതു ലക് വലാ ഉബാലി, ഞാനത് പൊറുത്തു തരും, ഞാനതൊന്നും വിഷയമാക്കില്ല എന്ന അള്ളാഹുവിൻ്റെ പരാമർശം വലിയ അർത്ഥമുള്ളതാണ്. നീ ബോധപൂർവം എന്നെ ധിക്കരിച്ചുകൊണ്ട് എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ചെയ്തു കൂട്ടിയതാണല്ലോ ഈ പാപങ്ങളെല്ലാം എന്ന ഒരു ശത്രുത ഞാൻ ഒരിക്കലും നിന്നോട് കാണിക്കുകയില്ല. നിനക്ക് പൊറത്തു തരണമെന്നതിൽ ആത്മാർത്ഥതയുള്ള ആളാണെങ്കിൽ ഞാൻ പൊറത്തു തരിക തന്നെ ചെയ്യും. അത്തരത്തിലുള്ള അതേ ആശയത്തിൽ, അതേ അർത്ഥത്തിൽ ധാരാളം ഹദീസുകൾ, ഖുദ്സിയായ ഹദീസുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഖുദ്സിയായ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണല്ലോ. അങ്ങനെയാണ്, ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ
ഭൂമി നിറയുവോളം പാപവുമായി നീ എൻ്റെ മുമ്പിൽ വന്നാൽ സുമ്മ ലഖീതനി ലാ തുശ്രികു ബി ഷൈഅ, എന്നോട് ശിർക്ക് വെക്കാത്ത വിധത്തിൽ നീ എന്നെ കണ്ടുമുട്ടുകയും നീ എന്നോട് പാപമോചനം ചോദിക്കുകയും ചെയ്താൽ ലഅതൈതുക ബിഖിറാബിഹാ മഗ്ഫിറ, ഞാൻ ആ ഭൂമി നിറച്ചും മഗ്ഫിറത്തുമായി നിന്റെ അടുക്കൽ വരും എന്നാണ്. മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെ ഇത് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരികയാണ്. അവസാന കാലത്ത് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവും ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ ബിൻ തൽഹ റളിയല്ലാഹു അൻഹുവും മനസ്സുകൊണ്ട് മാറി ഇസ്ലാം മതം സ്വീകരിക്കാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലെത്തുന്ന ഒരു രംഗമുണ്ട്. ഓരോരുത്തരുടെയും സത്യസാക്ഷ്യം സ്വീകരിച്ചുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോരുത്തരോടും കൈ പിടിച്ച് ബൈഅത്ത് ചെയ്തു. ഉമർ മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ നേരെ കൈ നീട്ടിയപ്പോൾ പക്ഷേ അംർ ബിൻ ആസ് അറേബ്യ കണ്ട ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസന്മാരിൽ ഒരാളായിരുന്ന മഹാനായ അംർ ബിൻ ആസ് കൈ വലിച്ചു കളഞ്ഞു. നബി ചോദിച്ചു, എന്താണ് അംർ, നിങ്ങൾക്ക് ഇനിയും ബോധോദയം ഉണ്ടായിട്ടില്ലേ? ഇനിയും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലേ? വേണ്ട വിധത്തിലുള്ള ഒരു മാറ്റത്തിന് താങ്കളുടെ മനസ്സ് സജ്ജമായിട്ടില്ലേ? എന്താണ് നിങ്ങൾ കൈ വലിക്കുന്നത്? അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉരീദു അൻ അഷ്തരിത്, എനിക്ക് ചില ഉപാധികൾ വെക്കാനുണ്ട്. ഇസ്ലാമിലേക്ക് ഞാൻ വെറുതെ അങ്ങോട്ട് കടന്നു വരികയും പിന്നെ ഇസ്ലാമിന് വേണ്ടി, പ്രവാചകന് വേണ്ടി, ഇസ്ലാമിൻ്റെയും പ്രവാചകന്റെയും വഴിക്ക് വേണ്ടി ധീരമായി ജീവിക്കുകയും ചെയ്യുക മാത്രം പോരാ, മറ്റൊന്നെനിക്ക് പറയാനുണ്ട്. നബി ചോദിച്ചു, അതെന്താണ്? അതെൻ്റെ പാപങ്ങളാണ്. വരാനിരിക്കുന്ന സൗഭാഗ്യത്തിൻ്റെ നിറവും മണവും അതെന്നെ ആകർഷിക്കുന്നതിനേക്കാളേറെ കഴിഞ്ഞു പോയ കാലത്ത് ഞാൻ ചെയ്ത പാപങ്ങൾ എന്നെ പേടിപ്പിക്കുന്നുണ്ട് നബിയെ. നമുക്കെല്ലാവർക്കും അറിയാം, ബദർ യുദ്ധത്തിൽ അംർ ബിൻ ആസിന്റെ വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. ഉഹദ് യുദ്ധത്തിൽ ഉണ്ടായിരുന്നു, ഖന്തഖ് യുദ്ധത്തിൽ ഉണ്ടായിരുന്നു. ഇസ്ലാമിനെതിരെയുള്ള എല്ലാ ശത്രുതയിലും ഖുറൈശികളോടൊപ്പം അംർ ബിൻ ആസ് ഉണ്ടായിരുന്നു. അംർ ബിൻ ആസിന്റെ പ്രയോഗം ആയുധം കൊണ്ട് മാത്രമായിരുന്നില്ല, തീക്ഷ്ണമായ തീവ്രമായ ബുദ്ധി കൊണ്ടുകൂടിയായിരുന്നു. അതുകൊണ്ട് എനിക്കൊരുപാട് ഭാരമായി തോന്നുന്ന ഈ പാപങ്ങൾ, അതാണ് എന്നെ പേടിപ്പിക്കുന്നത്. അതെനിക്ക് പുറത്തു കിട്ടണം, അതിൽ നിന്ന് ഞാൻ മുക്തനാവണം, മോചിതനാവണം. അതാണ് എൻ്റെ താല്പര്യം, അതാണ് എൻ്റെ ഷർപ്പ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അംർ, ഇന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ലഹു. ഇസ്ലാം അതിൻ്റെ മുമ്പുള്ള എല്ലാം ഇല്ലാതെയാക്കി കളയുന്നു, എല്ലാം മായ്ച്ചു കളയുന്നു. നോക്കൂ, അള്ളാഹുവിൻ്റെ മഹാകാരുണ്യമാണ്. ആ കാരുണ്യത്തിൻ്റെ ആഴം കണ്ടുകൊണ്ടാണ് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ ഇസ്ലാം മതം സ്വീകരിക്കാൻ മുന്നോട്ട് വന്നത്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല. അതിന് നമുക്ക് അതിരും വരമ്പും വരയ്ക്കാനും ഇടാനും കഴിയില്ല. കാരണം അത്രമാത്രം റഹ്മത്തി വസിഅത് കുല്ല ഷൈ, എൻ്റെ റഹ്മത്ത് എല്ലാറ്റിനേക്കാളും വലുതാണ്. അള്ളാഹു തന്നെ പറയുന്നു. മാത്രമല്ല അള്ളാഹു പറയുന്നുണ്ട്, ആ റഹ്മത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, നേരത്തെ നാം പറഞ്ഞതുപോലെ, നമ്മുടെ പാപങ്ങളെല്ലാം അത് അവനോടുള്ള വെല്ലുവിളിയാണെങ്കിൽ പോലും, അത് അവനോടുള്ള തികഞ്ഞ ധിക്കാരമാണെങ്കിൽ പോലും അവൻ നമ്മോട് പുറത്തു തരുന്നു. അതൊരു വളരെ പ്രധാനപ്പെട്ടത്. മറ്റൊന്ന്, അള്ളാഹുവിനെക്കുറിച്ച് നാം എന്താണോ കരുതുന്നത്, അള്ളാഹു പറഞ്ഞല്ലോ, അന ഇൻദ അബ്ദി ബി, എന്നെക്കൊണ്ട് എൻ്റെ അടിമ എന്താണോ കരുതുന്നത് അവിടെയാണ് ഞാനുള്ളത്. ഞാനും നിങ്ങളും
ഒരു പ്രയാസത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന് സങ്കല്പിക്കുക. ആ പ്രയാസത്തിൽ നിന്ന് നമ്മെ അല്ലാഹു രക്ഷിക്കും എന്ന് ധീരമായി ശക്തമായി മനസ്സുകൊണ്ട് കരുതുവാൻ നമുക്ക് കഴിയുമോ? വിശ്വസിക്കുവാൻ നമുക്ക് കഴിയുമോ? എങ്കിൽ ആ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ കാക്കാനെത്തുക തന്നെ ചെയ്യും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വഅന മഅഹു ഇദാ ദക്കറനി, എന്നെ അവൻ ഓർക്കുന്നുവെങ്കിൽ ഞാൻ അവനോടൊപ്പം ഉണ്ടായിരിക്കും. ഫഇൻ ദക്കറനി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി, അവൻ മനസ്സിൻ്റെ ഉള്ളുകൊണ്ട് എന്നെ ഓർത്താൽ ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഉള്ളുകൊണ്ട് അവനെ ഓർക്കും. വഇൻ ദക്കറനി ഫീ മലഇൻ ദക്കർതുഹു ഫീ മലഇൻ ഖൈറിൻ മിൻഹും, ഒരു കൂട്ടം ആൾക്കാർക്കിടയിൽ അവൻ എന്നെ ഓർക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്താൽ ഞാൻ ആ കൂട്ടത്തേക്കാൾ ഉത്തമരായ ഒരു കൂട്ടത്തിൻ്റെ മുമ്പിൽ അവനെ ഓർക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യും. തുടർന്ന് അല്ലാഹു പറയുന്നത്, അവൻ ഒരു ചാണിങ്ങോട്ടടുത്താൽ ഞാൻ അതിനേക്കാൾ അധികം അങ്ങോട്ടടുക്കും. ഒരു മുഴം ഇങ്ങോട്ടടുത്താൽ അതിനേക്കാൾ അധികം ഞാൻ അങ്ങോട്ടടുക്കും. അവൻ ഇങ്ങോട്ട് നടന്നു വന്നാൽ ഞാൻ അങ്ങോട്ട് ഓടിച്ചെല്ലും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഖുദ്സിയായ ഹദീസ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത്രയും വിശാലമാണ്. അതുകൊണ്ടാണ് അള്ളാഹിൻ്റെ റഹ്മത്തിനെ മുഴുവനും നമുക്ക് വിവരിച്ച് അവസാനിപ്പിക്കാൻ കഴിയാത്തത്, വിശേഷിപ്പിച്ച് തീർക്കാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് അതിൻ്റെ വിശാലത സഹീഹ് മുസ്ലിമിൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഇന്ന ലില്ലാഹി മിഅതു റഹ്മ, അള്ളാഹുവിന് 100 റഹ്മത്തുണ്ട്, കാരുണ്യമുണ്ട്. അൻസല മിൻഹാ റഹ്മതൻ വാഹിദതൻ ബൈനൽ ജിന്നി വൽ ഇൻസി വൽ ബഹായിമി വദ്ദവാബ്, മൃഗങ്ങൾ, നാക്കാലികൾ, ജിന്നുകൾ, ഇൻസുകൾ, ഇവർക്കെല്ലാവർക്കും വേണ്ടി അള്ളാഹു ഈ പ്രപഞ്ചത്തിലേക്ക് ഇറക്കിയിരിക്കുന്നത് ആ 100ൽ ഒരു റഹ്മത്തിനെ മാത്രമാണ്. ഫബിഹാ യതആതഫൂൻ, ആ ഒരൊറ്റ റഹ്മത്ത് കൊണ്ടാണ് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അലിവ് കാണിക്കുന്നത്. വബിഹാ യതറാഹമൂൻ, ആ ഒരൊറ്റ റഹ്മത്ത് കൊണ്ടാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും കാരുണ്യം കാണിക്കുന്നത്. വബിഹാ തഅതിഫുൽ വഹ്ശു അലാ വലദിഹാ, വന്യമൃഗങ്ങൾ അല്ലെങ്കിൽ ജീവജാലങ്ങൾ അവയുടെ കുട്ടികളോട് കാരുണ്യം കാണിക്കുന്നത് ഈ റഹ്മത്ത് കൊണ്ടാണ്. വഅഖറല്ലാഹു 99 റഹ്മ, ബാക്കിയുള്ള 99 റഹ്മത്ത് അല്ലാഹു മാറ്റിവെച്ചിരിക്കുകയാണ്, നീക്കിവെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി എന്നറിയാമോ? ഖിയാമത്ത് നാളിന് വേണ്ടി. കാരണം ഈ ലോകത്ത് ജനിച്ച എല്ലാ മനുഷ്യന്മാരെയും അല്ലാഹു വിചാരണയ്ക്ക് വിധേയമാക്കുകയാണ് ഖിയാമത്ത് നാളിൽ. അവിടെ പ്രവാചകന്മാരെ കഴിച്ചാൽ പിന്നെയുള്ള എല്ലാവരും ചെറുതെങ്കിലും വലുതെങ്കിലുമായ പാപങ്ങളുടെ വേദനകളും ചുവന്നുകൊണ്ടാണ് വരുന്നത്. ആ പാപങ്ങളുടെ വേദനകളിൽ നിന്ന്, ഭയാനകകളിൽ നിന്ന്, വിഹ്വലതകളിൽ നിന്ന് മോചനം നേടാനുള്ള അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ അല്ലാഹു ചെയ്യും എന്ന് കരുതുന്ന റഹ്മത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ പ്രതീക്ഷ സത്യവിശ്വാസികളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ധാരാളം തെറ്റ് ചെയ്യാൻ സാധ്യതയുള്ള സാധാരണ മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ റഹ്മാനിയത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ റഹ്മാനിയത്ത് തന്നെയാണ്. അതുകൊണ്ട് ആ റഹ്മത്തിൻ്റെ വിശാലതയിലേക്ക്, അതിൻ്റെ അർത്ഥത്തിൻ്റെ ഗാംഭീര്യതയിലേക്ക്, അതിൻ്റെ ആശയത്തിൻ്റെ ആഴത്തിലേക്ക് മനുഷ്യൻ്റെ സവിശേഷമായ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടാണ് ഇനി ഈ സൂറത്തിൽ പറയാനുള്ളതെല്ലാം അള്ളാഹു പറയുന്നത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറയുകയാണ്. അല്ലമൽ ഖുർആൻ, അല്ലമ, അവൻ പഠിപ്പിച്ചു, അൽ ഖുർആൻ, ഖുർആനിനെ പഠിപ്പിച്ചു. മാത്രമല്ല ഖലഖൽ ഇൻസാൻ,
മനുഷ്യനെ അവൻ പടച്ചു, അവൻ സൃഷ്ടിച്ചു. അല്ലമഹുൽ ബയാൻ, അവന് വിവരണം പഠിപ്പിച്ചു. മനസ്സിലുള്ളത് മുമ്പിലുള്ള ഒരാളോട് വിവരിച്ചു കൊടുക്കാനുള്ള സംസാരശേഷി, വിവരണശേഷി അവന് നൽകി. അല്ലാഹു 3 കാര്യങ്ങൾ തുടർച്ചയായി പറയുന്നു. ഒന്നാമത്തേത് പറയുന്നത്, റഹ്മാൻ അവൻ്റെ റഹ്മത്ത് കൊണ്ട്, അവൻ്റെ മഹാകാരുണ്യം കൊണ്ട് മനുഷ്യനെ ഖുർആൻ പഠിപ്പിച്ചു. രണ്ടാമത്തേത്, മനുഷ്യനെ അവൻ സൃഷ്ടിച്ചു. മൂന്നാമത്തേത്, കാര്യങ്ങൾ വിവരിക്കാനും വിശദീകരിക്കാനുമുള്ള ശേഷി അവന് നൽകി. ഇവിടെ പ്രാഥമികമായി ചിന്തിക്കുമ്പോൾ തന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിൽ ഉണ്ടായേക്കാം. എന്തെന്ന് ചോദിച്ചാൽ, അള്ളാഹു ഒരു പ്രത്യേക ഓർഡറിലാണല്ലോ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യനെ പടച്ചു, അവന് സംസാരം പഠിപ്പിച്ചു, അവന് ഖുർആനും പഠിപ്പിച്ചു. അങ്ങനെ പറയേണ്ടതല്ലേ ക്രമം? ഇവിടെ അങ്ങനെയല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഖുർആൻ പഠിപ്പിച്ചു എന്നാണ്. പിന്നെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. അതും കഴിഞ്ഞിട്ടാണ് അവന് വിവരണ വ്യാഖ്യാന ശേഷി നൽകി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു താളത്തിൻ്റെ അല്ലെങ്കിൽ ക്രമത്തിൻ്റെ പ്രശ്നമില്ലേ എന്ന ഒരു ചോദ്യം സ്വാഭാവികമായും ഉണ്ടാവാം. സത്യത്തിൽ അള്ളാഹു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് വലിയ ഒരാശയത്തിലേക്ക് വിരൽ ചൂണ്ടുവാൻ വേണ്ടിയാണ്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത സമാഗമത്തിൽ പറയാം. അതുവരേക്കും അസ്തൗദിഉല്ലാഹ ദീനക്കും വ അമാനാത്തിക്കും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.